ഹായ് ഗേസ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ തുരുമ്പ് പിടിച്ച ചട്ടി ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എങ്ങനെ ക്ലീൻ ആക്കാമെന്നും അതുപോലെ നല്ലൊരു എഗ്ഗ് ചീര ഉപ്പേരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ റിക്വസ്റ്റാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കട്ടെ. ഒരുപാട് ബെനിഫിറ്റ്സുള്ള ഒരു സംഭവമാണ് ഈ ചീര എഗ്ഗ് ഉപ്പേരി അല്ലേ. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ പച്ചമുളക് ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കട്ടെ. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഇനിയിപ്പോൾ എരിവ് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഞാൻ അതിലോട്ട് ഒരു 4 എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എഗ്ഗ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ 1-2 മാത്രം ഇട്ട് കൊടുക്കുക. കൂടുതൽ നമുക്ക് അതിൽ കൂടുതലായിട്ട് നമുക്ക് എഗ്ഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ എഗ്ഗ് നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിക്കൊടുക്കും. അതിൻ്റെ അടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നന്നാന്ന് അരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് കഴുകി വാർത്ത് വെച്ച് വെള്ളം ഒട്ടുമില്ലാതെ നമ്മൾ എഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് വെളുത്തുള്ളി ഇട്ടു, സവാള ഇട്ടു, പിന്നെ ഉണക്കമുളക് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ടാണ്ട് എഗ്ഗ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വെന്ത ശേഷം പിന്നെ അതിലോട്ട് ചീര ഇട്ട് കൊടുക്കാറുണ്ട്. ചെയ്തിട്ടുള്ള ഇതിലോട്ട് തന്നെ അയില മുളകിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇതാണ് നല്ലൊരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടി ഞാൻ കുറച്ച് ദിവസം ഉപയോഗിക്കാതിരുന്നു. പിന്നെ എനിക്കത് ആവശ്യം വന്നതിന് ഉപയോഗിക്കാൻ വേണ്ടി നോക്കി നോക്കുമ്പോൾ ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിയപ്പോൾ ഉമ്മാൻ്റെ ഉമ്മ പറഞ്ഞു കൊടുത്ത ടിപ്സ് ഉമ്മ പറഞ്ഞു തന്നത് കേട്ടോ. നന്നായിട്ട് ആദ്യം സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ചൊരച്ച് കഴുകിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വന്ന കാരണം ഇങ്ങനത്തെ പാത്രത്തിനോട് വല്ലാതെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ പക്ഷെ നമുക്ക് ഇങ്ങനത്തെ മണ്ണിൻ്റെ പാത്രം അതുപോലെ ഇങ്ങനെ ഇരുമ്പിൻ്റെ പാത്രത്തിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഞാൻ ഉമ്മ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് തേച്ചൊരച്ച് അതിൻ്റെ ആ തുരുമ്പ് കണ്ടില്ല ഒരു കാപ്പി കളറായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തേച്ചൊരച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു കോട്ടൻ്റെ തുണി എടുത്ത് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ചിലർ പറയും നല്ലെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷെ നല്ലെണ്ണ അങ്ങനെ ഒരു പ്രത്യേകിച്ച് എണ്ണ ഒന്നുമില്ല, ഏതെണ്ണ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ലേശം വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളം നന്നായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല അതിൻ്റെ ആ തുരുമ്പൊക്കെ അതിലിങ്ങനെ കാണിക്കുന്നുണ്ട്. ബാക്കി ബാലൻസുള്ള തുരുമ്പ് അത് ആ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കാണിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റാം. വെള്ളം മാറ്റിയ ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ ചട്ടി. അപ്പോൾ അതിൻ്റെ തുരുമ്പൊക്കെ പോരുന്ന രീതി നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം വേണമായിട്ടോ അങ്ങനെ ചെയ്യാൻ കൈ പൊള്ളിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതാ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് അതിലോട്ട് ശേഷം കഞ്ഞിയുടെ വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇനി കഞ്ഞിയുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ചട്ടി ഒന്ന് മയങ്ങി കിട്ടും നമുക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കോളം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കറി വെക്കുന്നത് പച്ചക്കറിയാണ് കേട്ടോ. അതായത് കുമ്പളങ്ങ താളിക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അതുപോലെ ബീൻസ് ഉണ്ട്, അത് ഉപ്പേരി വെക്കാം. നമ്മളെ പൂച്ചക്കുട്ടന്മാർ വന്നിട്ടുണ്ട്. അവർക്ക് എന്നും മീനും എന്തെങ്കിലുമൊക്കെ കിട്ടും. അന്നിപ്പോൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ. മറ്റേത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മക്കൾ ലെമൺ ടീ ചോദിച്ചിരിക്കണം. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇടയിൽ ലെമൺ ടീ ഉണ്ടാക്കി കൊടുക്കും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ചട്ടിയല്ല കേട്ടോ, ചട്ടിയിലത്തെ കഞ്ഞിയുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉള്ളത് അതിലൂടെ പോന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം വെള്ളമൊക്കെ ഞാൻ അവിടെ കളഞ്ഞ് കഞ്ഞിയുടെ വെള്ളമൊക്കെ കളഞ്ഞ് ലേശം എണ്ണ ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമ്മൾ ചട്ടി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചട്ടി ഇപ്പോഴത്തെ ചട്ടി നിങ്ങളൊന്ന് നോക്കിയേ
എന്തൊരു ക്ലീനാണല്ലേ. അപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. അല്ല ആ ചട്ടി വളരെ ബാഡാണെന്ന് വിചാരിച്ച് ഞാനത് ദൂരെ കിട്ടാൻ അതും സിമ്പിളാണ്. പക്ഷേ അത് കഴുകി വൃത്തിയാക്കി നമ്മൾ നന്നായി മഴക്കി എടുത്തിട്ട് തുരുമ്പൊക്കെ കളഞ്ഞ് വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു തുരുമ്പ് ഉള്ള ചട്ടി ദൂരക്ക് ഇടാണ്ട് ഇതുപോലെ. വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആർക്കൊക്കെ ഉപകാരപ്പെടുന്നൊന്നും അറിയില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ എന്തായാലും അറിയിക്കണം കേട്ടോ. ഞാൻ നമ്മളെ വീഡിയോ ചേഞ്ച് ചെയ്താട്ടോ. താങ്ക് യു.